ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഒരു കിണ്ണത്തപ്പം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വെല്ലം ആണ്. അത് പാവ് കാച്ചി എടുത്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ 3 പീസ് വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാവ് കാച്ചാൻ വെക്കണം. ഞാനിത് വെല്ലം പാവ് കാച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 3/4 കപ്പോളം വരും. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് മാവാണ്. പിന്നെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ വേണം. ഈ 3 ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാൻ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനു മുമ്പ് ഇതിനൊരു ഫ്ലേവർ, ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായൻ്റെ മണം ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് ചതച്ചിട്ടിടണം. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചതച്ചിട്ടിടണം. അപ്പോൾ അതിന് നല്ലൊരു മണമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗോതമ്പ് മാവ് ഒരു ബൗളിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതിൽ ഏലക്കായ പൊടിയും ജീരക പൗഡറിൽ നന്നായി മിക്സ് ആകണം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലും വെല്ലപ്പാവും ചേർത്ത് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം മാവ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അധികം കട്ടിയാകാനും പാടില്ല, അധികം ലൂസായി പോകാനും പാടില്ല. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ തന്നെ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പ്ലേറ്റ് എടുക്കണം. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ഒരു ആവിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. ഇത് കുക്കാവാൻ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റാണ് കുക്ക് ചെയ്തത്. അത് മതിയാവും, 15 മിനിറ്റ് മതിയാവും ഇത് കുക്കായി വരാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വറുത്തത് ചേർക്കാം, കാഷ്യൂനട്ട് വറുത്തത് ചേർക്കാം. ഞാൻ പിന്നെ ഇവിടെ ആർക്കും അതങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കാണ്ടിരുന്നത്. നമ്മുടെ ഗോതമ്പ് മാവിലുണ്ടാക്കിയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിൽ നിന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്
നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ആവിയിൽ വേവേണ്ട ടൈം മാത്രമേ വേണ്ടൂ. വേഗം മിക്സ് ചെയ്തൊക്കെ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. ബൈ.